2023 ഒക്ടോബർ 27 തിയേറ്ററോടെ റിലീസാകും. അതിനുശേഷം ഇപ്പോൾ OTT-യുടെ റിലീസായ ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമാണ് 12th ഫെയിൽ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം റിലീസായിരിക്കുന്നത്. ചിത്രം കാണാൻ കുറച്ചൊന്ന് ലേറ്റായി, പക്ഷെ എന്നാലും നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനുമോ ഷായ്. വെൽക്കം ടു ഷിനുമോ ഷായ്. വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ, വലിയൊരു കൊട്ടിഘോഷിക്കൽ ഒന്നുമില്ലാതെ തിയേറ്ററിലേക്ക് വന്ന് വൻ വിജയമായൊരു ചിത്രം. ചിത്രത്തിൻ്റെ ഗുണനിലവാരം കൊണ്ട് തന്നെ, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ ചിത്രത്തിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി ലാഭം ഉണ്ടാക്കിയ, ബോക്സ് ഓഫീസിൽ ഒരു ചലനം ഉണ്ടാക്കിയ 2023 ഒരു ചിത്രമാണിത്. എനിക്ക് തോന്നുന്നു 2023 തന്നെ ഏറ്റവും മികച്ച ചിത്രത്തിലൊന്ന് 12th ഫെയിൽ. വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത് വിക്രാന്ത് മെസ്സി, മേധാ ശങ്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന IPS മനോജ് കുമാർ ശർമ്മയുടെ ജീവിതകഥയെ ആസ്പദമാക്കിയെടുത്തൊരു ചിത്രമാണ് 12th ഫെയിൽ എന്ന് പറഞ്ഞ ചിത്രം. 2019 അനുരാഗ് പാത്രെ എന്ന് പറയുന്ന എഴുത്തുകാരൻ മനോജ് കുമാർ ശർമ്മയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ഒരു ബുക്ക് എഴുതിയിരുന്നു. ആ ബുക്കിനെ ആസ്പദമാക്കിയാണ് ഇവിടെ സിനിമ വന്നിരിക്കുന്നത്. 12th ഫെയിൽ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീര സിനിമ എന്നല്ലാതെ ഒന്നും പറയാനില്ല. 2023 വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. എന്താ പറയുക, കാണാതിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, വളരെയധികം നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന, പലയിടങ്ങളിലും നമ്മളെ ഇമോഷണലി വളരെയധികം കണക്റ്റ് ആക്കുന്ന ട്രൂ സ്റ്റോറിയാണ്. അതാണ് എടുത്തു പറയാനുള്ളത്. ഇത് ശരിക്കും നടന്ന ഒരു ഗിമിക്കുകളോ ഒരു സിനിമാറ്റിക് ഗിമിക്കുകളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ വളരെയധികം വളരെ ടച്ചിങ് ആയ രീതിയിൽ, വളരെ ജെന്യുവനായ രീതിയിൽ ഇതിനെ കഥ പറഞ്ഞു എന്നുള്ളതിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇരിക്കുന്നത്. മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. ഒരിക്കലും മിസ്സാക്കരുത്. OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ എടുത്ത് കണ്ടു നോക്കുക. ഗംഭീര അനുഭവം തരുന്ന, ഗംഭീര ഒരു ഫീല് തരുന്ന ഒരു ഗംഭീര ചിത്രം തന്നെയാണ്. ചിത്രത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നാരേറ്റിംഗ് രീതി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. വളരെ ഒരു ഡോക്യുമെൻ്ററി സ്വഭാവത്തിൽ തുടങ്ങുന്ന പോലെ എനിക്ക് ആദ്യം ഫീൽ ചെയ്തെങ്കിലും പിന്നീട് അതൊരു രസമായി മാറുകയും ക്ലൈമാക്സിലേക്കൊക്കെ അടുക്കുമ്പോഴേക്കും നമുക്ക് അത്ര ഒരു ഫീല് തരുന്ന രീതിയിലാണ് അതിൻ്റെ നറേഷൻ രീതി പോയിരിക്കുന്നത്. അതൊരു കംപ്ലീഷൻ, ഒരു ആർക്കുണ്ട്. ഓരോ അതിലെ അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത്, അത് റിയൽ ലൈഫിൽ നടന്നൊരു ക്യാരക്ടർ ആണെങ്കിൽ കൂടി അതിനെ സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അതുപോലെ പണിപ്പെടണം. ആ ഒരു ക്യാരക്ടറിനെ എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് അയാൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മാത്രം കൊടുത്താൽ പോരാ, അതിനെ അത്ര മനോഹരമായി എഴുതണം. അത് എഴുതുന്നതിലെല്ലാം വിനോദ് ചോപ്ര എല്ലാം ഗംഭീര വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പെർഫോം ചെയ്ത ക്യാരക്ടേഴ്സും അഭിനേതാക്കളും അത് മറ്റൊരു പോസിറ്റീവാണ്. എന്താണെന്ന് പറഞ്ഞാൽ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനെയോ അല്ല ആക്ട്രസിനെയോ ഒന്നും കാസ്റ്റ് ചെയ്യാതെ, ഞാനൊക്കെ ആ നടൻ്റെ പേര്, മെയിൻ റോൾ ചെയ്ത നടൻ്റെ പേര് വിക്രാന്ത് മെസ്സി എന്ന് പറയുന്ന അവൻ്റെ പേര് ഞാൻ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരാളുണ്ടല്ലേ, അല്ലെങ്കിൽ മേധാ ശങ്കർ എന്ന് പറയുന്ന നടിയുടെ പേര് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഓക്കെ ഇവർ ഇന്ന സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സിനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ചിത്രത്തിന് അതൊരു വലിയൊരു പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ ക്യാരക്ടറുമായിട്ട് ആ അഭിനേതാക്കളും ഒക്കെ ആയിട്ട് ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അത് വലിയൊരു പോസിറ്റീവാണ്. വിക്രാന്ത് മേസിയാണ് ഇതിൻ്റെ അകത്ത് IPS മനോജ് കുമാറായിട്ട് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് ആ അച്ചടക്കത്തോടു കൂടി ആ ക്യാരക്ടറിനെ വളരെ മികച്ച രീതിയിൽ, എക്സ്ട്രീം ലെവൽ പോവർട്ടി എന്ന ഒരാൾ IPS ലെവലിലേക്ക് എത്തുന്ന ഒരു കഥയാണ് ശരിക്കും ഈ സിനിമയിൽ പറയുന്നത്. അപ്പോൾ അത്രയും കടും ദാരിദ്ര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ലുക്കിൽ തന്നെ അതിനെ നമുക്കത് ഫീൽ ചെയ്യണം, അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന്. പല സീനുകളിലും നമുക്ക് തന്നെ നമ്മുടെ മനസ്സ് തന്നെ വിങ്ങലടിക്കുന്ന രീതിയിലേക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അത് ഔട്ട്ഫിറ്റ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ എടുത്തിരിക്കുന്ന രീതി കൊണ്ടുമാണ് അത്ര മികച്ചതായിട്ട് വന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേധാ ശങ്കർ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു വളരെ രസമുള്ള ഒരു ഫ്രഷ് ഫേസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അധികം സിനിമയിൽ വലിയ സൗന്ദര്യമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, പക്ഷേ ആ സിനിമയിൽ ആ സൗന്ദര്യം എവിടെയാണെന്ന് പറഞ്ഞാൽ അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ കെമിസ്ട്രിയിലാണ് അതിൻ്റെ സൗന്ദര്യം ഉള്ളത്. സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ശാന്തനു മോഹിത്രയാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഗംഭീര വർക്കാണ്. ഒരു വല്ലാത്ത ഫീൽ ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഫീല് ക്യാരി ചെയ്ത് എപ്പോൾ അത് തുടങ്ങുന്നോ അപ്പം മുതൽ ആ ക്ലൈമാക്സ് വരെ ആ ഫീലിനെ അതേപടി കൊണ്ടുപോകുന്നുണ്ട്. ഗംഭീര വർക്കായിരുന്നു. വിനോദ് ചോപ്ര, അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഹിന്ദി ഡയറക്ടറാണ്. ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്ത 2-3 സിനിമകളൊക്കെ
ഭയങ്കര ഹിറ്റുമായിരുന്നു. മിഷൻ കാശ്മീർ എന്ന് പറയുന്ന ചിത്രം, അതുപോലെ തന്നെ 1942 ലവ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ പരിന്ത എന്ന് പറയുന്ന ഒരു സിനിമ, ഇതെല്ലാം വളരെയധികം വിജയം കരസ്ഥമാക്കിയതാണ്. അതിനുശേഷം ഒരു കോ പ്രൊഡ്യൂസറായിട്ട് 3 ഇഡിയറ്റ്സ് അതുപോലെ തന്നെ മുന്നാബായ് MBBS ഈ ചിത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം സിനിമ ചെയ്യുന്നതാണ്. ഒരു രസകരമായിട്ടുള്ള ഫാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിധു വിനോദ് ചോപ്രയുടെ 12ാമത്തെ ചിത്രമാണ് ഈ 12th ഫെയിൽ എന്നുള്ളത്. ആ 12th ഫെയിലായില്ല, അത് വിന്നറായി. ഒരു തരത്തിലുള്ള നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഇതിനകത്തൊന്നും ഫീൽ ചെയ്തില്ല. തുടക്കം ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലിൽ വന്നു എന്നുള്ളൊരു ചെറിയൊരു അത് എന്നെ ബാധിച്ച ഒരു കേസാണ്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഗംഭീരമായിട്ട് വർക്കൗട്ടായ, തീരുന്ന സമയത്ത് ഒരു കണ്ണുനീര് പൊഴിക്കാതെ ആ സിനിമ കണ്ടു തീർക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിൽ വളരെയധികം തട്ടിയ, വളരെയധികം സന്തോഷം നൽകിയ, അല്ലെങ്കിൽ ഒരു ഉന്മേഷം നൽകിയ ഒരു ചിത്രം തന്നെയാണ് 12th ഫെയിൽ എന്ന് പറയുന്ന ചിത്രം. ഒന്നുമല്ലായ്മയിൽ നിന്ന് ഒരു മനുഷ്യന് മുമ്പോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടായിരിക്കാം, പ്രയത്നം ഉണ്ടായിരിക്കാം, അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. എന്നാൽ തൻ്റെ കൈ ചേർത്ത് പിടിച്ച് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ദാറ്റ്സ് 12th ഫെയിൽ ഫോർ മീ. ചിത്രം കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്. Restart.